ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇത് കോളിഫ്ലവർ ആണ്. ഈ കോളിഫ്ലവർ കൊണ്ടുള്ള തോരനാണ് ഇന്ന് ചോറിന് ശരിയാക്കുന്നത്. ഇത് ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഇത് പൊടിച്ചിട്ടാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത്. ഇത് ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കണം. ഈ സവാളയും അതേപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ചെറിയ പീസുകളാക്കിയിട്ട് വേണം നമുക്ക് ചോപ്പറിലിട്ട് പൊടിച്ചെടുക്കാൻ. ആദ്യം ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് കാണിക്കാം. പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. ആദ്യം നമുക്ക് ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഈ ഉള്ളിയും കോളിഫ്ലവറും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിനെ ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇതുമാതിരിയുള്ള ചോപ്പറിലിട്ടിട്ടാണ് ഇത് ചോപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ട് പൊടിഞ്ഞിട്ടിട്ടുണ്ട്. ഇതേ രീതിയിൽ പൊടിച്ചെടുക്കണം. കോളിഫ്ലവർ എല്ലാം പൊടിച്ചു. അതേപോലെ തന്നെ നമുക്ക് ഈ ഉള്ളിയും പൊടിച്ചെടുക്കാം. കോളിഫ്ലവർ പൊടിഞ്ഞിട്ടിരിക്കുന്നുണ്ടോ? നല്ല പൊടിയായിട്ട് പൊടിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിന് അരപ്പ് ചേർക്കാനായിട്ട് കുറച്ച് ഫ്രഷ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ഒരു തണ്ട് കറിവേപ്പില ഇടുക, 1 ടീസ്പൂൺ ജീരകം ഇടുക, ചെറിയ ജീരകം, വലിപ്പമുള്ള 2 വെളുത്തുള്ളി കട്ട് ചെയ്തത്, നല്ല 2 പച്ചമുളക്, അതിലേക്ക് അല്പം മഞ്ഞൾ പൊടി ഇടുക. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇത് തോരൻ വയ്ക്കാനായി അല്പം എണ്ണ ഒഴിക്കാം. കുറച്ച് കടുകിടാം. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഉള്ളിയും കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നല്ല പൊടിയായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ ഇത് തോരനായി വരുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആദ്യം തന്നെ ഇത് വെന്ത് വന്നോളൂ. അല്പസമയം ഒന്ന് അടച്ചിട്ടിട്ട് വേവിക്കാം. അല്പസമയം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇതിന് വേവ് വളരെ കുറവാണ്. നമ്മൾ പൊടിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തോരനാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് ശരിയാക്കിയിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച സാധനങ്ങളെല്ലാം കൂടി ചതച്ചെടുത്തതാണിത്. ഇത്രയും സമയം ഇരുന്നാൽ മതി. അപ്പോഴേക്ക് ഇത് വെന്ത് കഴിഞ്ഞു. ചതച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ അരപ്പൊന്ന് വാടി വരാൻ വേണ്ടി അല്പസമയം ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ആവി വരേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ആവി വന്നിട്ടുണ്ട്. ഇത് നോക്കൂ, എത്ര വേഗമാണ് നമുക്ക് ഈ തോരൻ റെഡി ആയെന്ന്. ഇത് നോക്കാം, നല്ല പൊടിയായിട്ടുള്ള തോരൻ, നല്ല സൂപ്പർ തോരൻ. കോളിഫ്ലവർ കൊണ്ട് ഇങ്ങനെ തോരൻ വെച്ചിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ. ഈ തോരൻ വെറുതെ നമുക്ക് ഇങ്ങനെ കോരി കഴിക്കാൻ തോന്നും. അത്ര രുചിയാണ്. നിങ്ങൾ ഇങ്ങനെ തോരൻ വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ തോരൻ വെച്ച് നോക്കൂ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്ര നല്ല ടേസ്റ്റാണ് ഈ തോരന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ കമന്റും വീഡിയോയ്ക്ക് താഴെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.